നീ പാവയാന്ന് അനു പറയാം. നോക്കട്ടെ, നീ പാവയല്ലൂടി അനങ്ങണ്ടല്ലോ. ഒരു ചാർട്ടേഡ് ഡിസ്റ്റൻസ് ഇടണം. ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. വിളിക്കണേട്ടാ, വിളിച്ചിറക്കി കൊണ്ട് പോകാം. ഇല്ല ഇനി ഇതില്ല. അങ്ങനെ ചാട്ടവരടിക്കാനല്ലേ നീ അടിക്കോടാ അവിടെ. നോവ അടിക്കോ? അടിക്കില്ല മോനെ. ഇനി കിഴങ്ങ ഒന്ന് പോടും. ഇനി ആൾക്കാർ നമ്മളെ വാശിയാന്ന് പറയും. വാശിയോ? വാശി. ഞാൻ പതക്കെ അടിക്കുള്ളൂ. പതക്കയല്ല, പതുക്കെ. അസീസിഖാനെ വെല്ലുവിളിച്ചെന്താ അറിയോ? നീ അടിക്കോടാ നമ്മുടെ ടീമിലെ പെണ്ണിനെന്ന്. എന്റെ പൊന്നു ഷിയാസെ, നീ ഞങ്ങളെ പെൺകൊച്ചിനെ അടിച്ച് 2 കഷ്ണാക്കും. വേദനിക്കും പോലെ അടിച്ച അടുത്ത കളിയിൽ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും പെൺകൊച്ചിനെ ഞാൻ നല്ല നോവയടിക്കും. ഞങ്ങളുടെ ടീമിലെ എല്ലാരും ജാൻസി റാണികളാണ് അല്ലേ? ആ റെഡി ഉണ്ടോ? ടീം അടിക്കണേ കൊള്ളാം. അടി കൊണ്ട പോലെ തോന്നരുതട്ടാ. കാര്യം പറഞ്ഞോളാം. അപ്പൊ കാണിച്ചിടാ ടീമേ അടി എന്താ സീനാന്ന്. കാണാൻ വയ്യേ കൊടുക്കല. ആ മീശ ഇവിടെ കൂട്ടിക്കെട്ടി കരാട്ടക്കാരുടെ ബെൽറ്റ് പോലെ ആക്കി ഒരു അടിയം കൊടുക്കാം. അങ്ങനെ അടിക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ മാപ്പ് പറയാം. 5 കിലോ കുറയ്ക്കും. എടാ ഷാർവാറ് കരയണ കണ്ടിട്ടില്ല? കണ്ടോടാ കരയണെന്തിനാ? എന്തിന് വെള്ളമൊക്കെ വരുന്നേ? അടി കഴിഞ്ഞിട്ടല്ലേ കണ്ണ് നിറയണ്ടേ? ആ കുട്ടിയുടെ കണ്ണീര് വീണിട്ട് നീ അടിക്കുവാണല്ലേ? ഈ പാവനമായ ഭൂമിയിൽ ടീമിൽ നിന്ന് അടി കൊള്ളേണ്ട സന്തോഷ കണ്ണീരാണ് അത്. എന്റെ അടി കൊള്ളേണ്ടല്ലേ? മോഡലാണ്. അപ്പൊ നിനക്ക് പറയാം എന്റെ അടി കൊണ്ടു നല്ല നടനൊക്കെ ആവുമ്പോ. ടീം അടുത്ത രഹസ്യം പറയാൻ വന്നേ. ഐസ്ക്രീം തിന്നണ കാര്യം അത് എനിക്ക് പറഞ്ഞു തരാത്തത്. മോനെ പേടിക്കണ്ട, ഒന്നുമില്ല, ഒരു വടിവാള് വെച്ച് കുത്തണ വേനേ ഉള്ളൂ. പറഞ്ഞ ഐഡിയ ഇല്ലേ, അത് ഓർത്താ മതി. 1 2 3. ഇരട്ടമുട്ടില്ലാതെ കൊച്ചു ആര് ഓർത്തിട്ടാ എനിക്ക് വിഷമം. അങ്ങനെ അടിക്കരുത്. അങ്ങനെ അടിക്കരുത്. സ്റ്റാർ വാർ മെഗാ ഷോ. ശരിക്കും കറക്റ്റ് താളത്തിലാ തൂത്തത്. സ്റ്റാർ വാർ മെഗാ ഷോ. കലക്കി വെച്ചാനെ. എങ്ങോട്ടാ ഈ നൈറ്റ് ഇട്ടോണ്ട് പോണേ? മെയിൻ ആളടിച്ചിട്ടില്ല ഞാൻ. അച്ഛൻ ഞങ്ങളെ പിടിച്ച് ഏൽപ്പിച്ച് തന്നുകൊണ്ട് ബഹളമൊന്നും ഉണ്ടാക്കാതെ ഞാൻ പെണ്ണിനെ കണ്ടങ്ങ് പോവുക. ഇല്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകിയേനെ. ഈ ബൈനോക്കുലറും പിടിച്ചേനെ. ഇത് ഷെയർ ചെയ്ത് കരയാനാ വേദന. ഇങ്ങനെ കരയാനാണ്. അവർക്ക് 2 അടി കുറവുണ്ടായി. 2 അടിയുടെ കുറവുണ്ടായിരുന്നു. അത് ഓക്കെ. ശ്രീവിദ്യ, നീ എന്തിനാ കരയുന്നേ? അത് കരഞ്ഞതല്ല, ഇവരൊക്കെ പോലെ കണ്ണിന്ന് വെള്ളം വന്നതാ. അല്ല ഗൗരി എന്തിനാ കരയുന്നേ? കണ്ണീന്ന് വെള്ളം വന്നതാ. പേടിക്കൊന്നും വേണ്ട. ശശാങ്കൻ കരയണ്ടട്ടാ ഉള്ളിന്റെ ഉള്ളില്. എനിക്ക് തേങ്ങ കേക്കാം. ശശാങ്കന്റെ ഉള്ളിനുള്ളിൽ തേങ്ങ. ശ്രീവിദ്യ, തേങ്ങയല്ല തേങ്ങാപ്പിണ്ണാക്കെന്ന് പറഞ്ഞു. ഉപദേശമാണ് കേട്ടാ. ഉപദേശം കൊള്ളാം വർമ്മ സാറേ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചാട്ട ഇതിനകത്ത് കുരുങ്ങി, ഇനി ഇത് ഊരാൻ പറ്റില്ല. ഫോട്ടോഷൂട്ടിന് പോസ് ചെയ്യും പോലെ ഒന്ന് പോസ് ചെയ്തേ. എനിക്കൊന്ന് അടിക്കാനാ. ആഹാ, നല്ല പോസാണല്ലോ. ചുറ്റി നടന്നടിക്കാം. ചുറ്റും നിന്ന് ഒറ്റ അടിയെ കിട്ടാൻ പാടുള്ളൂ. 2 അടിച്ചാ ചേട്ടാ. അടിച്ചിട്ട് അങ്ങനെ തന്നെ മറഞ്ഞോണേ. 2 3 ഗോ. ഗോന്ന് പറഞ്ഞ അടിക്കാനാ. ഞാനത് ഗോന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചിട്ട് ഗോവയ്ക്ക് പോയി കറങ്ങാനായിരിക്കും. കാരണം വരെ ഉള്ളത് കൊണ്ട് പൊലിപ്പിച്ചേക്കണേ. അടുത്ത കർക്കിടക മാസത്തിൽ ഇനി കാണാൻ പറ്റുള്ളൂ. അടുത്ത് അങ്ങോട്ട് പൊലിപ്പിച്ചേക്കണേ. 3 ഗോ.
ഞാൻ ആദ്യമായിട്ടാ സ്റ്റീരിയോഫോണിക് കരച്ചിൽ കേട്ടു. സ്റ്റീരിയോ. പണ്ട് തരങ്കണിയിൽ ഞാനിത് കേട്ടിരുന്നു, ദാസേട്ടന്റെ പാട്ട്. അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഒന്നും ചെയ്തില്ല, അവളെല്ലാം മൈക്ക് വെച്ച് എറിയേണ്ടതാ. ഇനി ഒരെണ്ണം കൂടി താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല.